സംസാരിക്കുന്നത്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്ദ്യ കർദിനാൾ മൊറാൻമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഇതാ അനുകരിക്കാൻ സാധിക്കുന്ന ഒരു വിശുദ്ധ ജീവിത മാതൃക. റോമിൽ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ, മാർപ്പാപ്പായുടെ ആലോചനാ യോഗങ്ങളിൽ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ, മലങ്കര സഭയുടെ പൗരസ്ത്യ സഭയിൽപ്പെട്ട ഞങ്ങൾ ഏതാനും പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 പേരാണ്, ഞങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്നാണ് പിതാവ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങളുടെ സഭാധ്യക്ഷൻ വിളിക്കപ്പെടേണ്ടത് കാതോലിക്കോസ് എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. മലങ്കര കാത്തലിക് ടിവിയിൽ ഇന്ന് നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്ദ്യ കർദിനാൾ മൊറാൻമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. തിരുമേനി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 90 വർഷങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. 1930 പൗരാണികവും അപ്പസ്തോലികമായ ഒരു സഭാ കൂട്ടായ്മയിൽ നിന്ന് സാർവത്രിക സഭാബന്ധത്തിലേക്ക് ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമൂഹം പ്രവേശിച്ചതിൻ്റെ 90ാമത് വർഷം. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ആ സഭയെ നയിക്കുവാൻ ദൈവികമായ നിയോഗം ലഭിച്ച പിതാവിന് എന്താണ് തോന്നുന്നത്? മലങ്കര സഭയിൽ, അതായത് അവിഭക്തമായ മലങ്കര സഭയിൽ, അതിൻ്റെ സ്ഥാപനം വിശുദ്ധ തോമാസ് ശ്ലീഹായിലാണ്. മാർ തോമാസ് ശ്ലീഹ സ്ഥാപിച്ചതും മലങ്കരയിലെ എല്ലാ സഭകൾക്കും അതിൻ്റെ അനുഗ്രഹീതമായ ഒരു കർമ്മോത്സുകമായ ദൗത്യം തുടരുന്നതിന് അപ്പസ്തോലിക പ്രദാനം ചെയ്തതുമായ ഒരു വസ്തുതയിൽ സമാരംഭിക്കപ്പെട്ട ഒരു സഭ 2000 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഈ സഭയുടെ 1653 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു ചരിത്രം, 1653 മുതലുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടം, 1930 നമുക്ക് അനുഭവവേദ്യമായ പുതിയൊരു കാലഘട്ടം, ഇതെല്ലാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. മലങ്കര സഭയെക്കുറിച്ചുള്ളത് ഒരു വിശേഷണം എപ്പോഴും അതിൻ്റെ അസ്തിത്വം, അതിൻ്റെ സ്വയംഭരണം, അതിൻ്റെ പൈതൃക സംരക്ഷണം, അതിലെപ്പോഴും ശ്രദ്ധാലുവായിരുന്ന ഒരു സഭയാണ്. ഈ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്ലേശകരമായ ഒരു കാലഘട്ടം മിഷനറിമാർക്ക് ഈ സഭയെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സഭയെ വ്യത്യസ്തമായ, വിരുദ്ധമായ സഭാവീക്ഷണമുള്ള സഭയായി കണ്ടതിന് പ്രകാരം ഉടലെടുത്ത ഒരു സമീപന രീതിയും അതിനോട് ഈ സഭയുടെ പിതാമഹന്മാർ കാണിച്ച ഒരാർജവത്വവും കൂനംകുരിശ് സത്യത്തിൽ വന്ന് നിന്നു. എന്നാൽ 1653 ഈ പ്രഖ്യാപനത്തിന് ശേഷം, വിഭജനത്തിന് ശേഷം, ഈ മലങ്കര സഭയിലെ നേതൃനിരയും ജനമൊന്നാകെയും ഒരു ഐക്യത്തിനായി വീണ്ടും ആഗ്രഹിച്ചു. അതിൻ്റെ മകുടം ചാർത്തലാണ് 930 എല്ലാ കാലത്തും നടന്നു വന്നിരുന്ന ഐക്യ സംഭാഷണങ്ങൾക്ക് വിജയമകുടമായി മാർ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ 930 നടന്ന ഈ സഭൈക്യ സംരംഭം ഒരു വ്യക്തിയുടെ ഒരു കത്തോലിക്ക സഭയിലേക്കുള്ള മടങ്ങിവരവല്ല,
ഒരു സഭയെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഐക്യ സംഭാഷണത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. ആയതിനാൽ മലങ്കരയിലെ പുനരൈക്യ ഈ സംഭവം ഒരു ചരിത്ര സംഭവമായി തിരുസഭയിലും മലങ്കര സഭയിലും അത് അംഗീകരിക്കപ്പെട്ടു. അതിൻ്റെ 90 വർഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 2000 വർഷത്തെ ഈ സഭാ ചരിത്ര വഴിയിൽ 90 വർഷത്തെ പുനരൈക്യപ്പെട്ട കൂട്ടായ്മയുടെ ഒരു ചരിത്രം. അതാണ് 90ൻ്റെ പ്രത്യേകത. സവിശേഷമായി പറയുമ്പോൾ അടുത്ത 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശതാബ്ദി ആഘോഷം. അപ്പോൾ 90 എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. പിതാവ് ശതാബ്ദിയെക്കുറിച്ചാണല്ലോ അവസാനം പരാമർശിക്കുന്നത്. ഒരുപക്ഷെ ഈ നവതി ആഘോഷങ്ങൾ അടുത്ത 10 വർഷത്തേക്കുള്ള നമ്മുടെ ദൈവികമായ പദ്ധതികളെ തിരിച്ചറിയുവാനും നമ്മെ സംബന്ധിക്കുന്ന ദൈവനിയോഗത്തെ കൂടുതൽ ആഴത്തിൽ കണ്ടെത്തുവാനുമുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമാണ്. മാർ ഇവാനിയോസ് തിരുമേനിയെ കണ്ട ഒരു തലമുറ ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു. എന്നാൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലം മുതലുള്ള ഒരു തലമുറ ഇപ്പോഴും വളരെ സജീവമായി സഭയുടെ എല്ലാ മേഖലകളിലും ഉണ്ട്. എല്ലാവരും എപ്പോഴും പിതാക്കന്മാരിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ദൈവം ഇതുപോലെ കാത്തു പരിപാലിച്ച ഒരു സമൂഹം നമ്മെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന്. പിതാവ് ഈ കഴിഞ്ഞ നാൾ വഴികളിലെ ദൈവ പരിപാലനയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ സഭയെ സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു വഴി നടത്തിപ്പ്, ഒരു സംരക്ഷണം, കൈവെള്ളയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരനുഭവം എടുത്തു പറയാൻ കഴിയും. അതിന് കുറച്ചുകൂടി ഹൃദ്യതയുണ്ടാകുന്നത് ഈ സഭയുടെ അന്തരാത്മാവിനെ മനസ്സിലാക്കുന്നവർക്കാണ്. ചരിത്രപരമായ ഒരു വീക്ഷണത്തിൽ ഈ സഭ പിടിച്ചു നിന്നു, പല പ്രതിസന്ധികളെ തരണം ചെയ്തു എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇതിൻ്റെ ആത്മാവിനെ തൊട്ട സമൂഹത്തിന്, ആളുകൾക്ക് മാത്രമേ പറയാൻ കഴിയൂ, ദൈവം ഈ സഭയെ തൻ്റെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ചു. ഞാനത് പറയുന്നതിൻ്റെ കാരണം പ്രതികൂലമല്ലാതെ അനുകൂലമായി നമ്മുടെ ദേശത്ത് നിന്ന് ഉണ്ടായ സാഹചര്യങ്ങൾ സഭയുടെ ആദ്യഘട്ടത്തിൽ വളരെ കുറവാണ്. പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ മാർ ഇവാനിയോസ് തിരുമേനിയെയും മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശുശ്രൂഷ കാലത്ത് പ്രഥമ ഘട്ടത്തെയും വളരെയധികം മഥിച്ചിരുന്ന വിഷയം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സഭയിലെ മക്കൾക്ക് നൽകിയ ആത്മീയമായ ഒരു വെളിച്ചത്തിൻ്റെ പ്രസരണം മറ്റ് ഭൗതികമായ എല്ലാ നേട്ടങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലം ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന മാർ ഇവാനിയോസിന്, മുണ്ടന്മല ഇറങ്ങിയ നമ്മുടെ പിതാവിന് വാസ്തവത്തിൽ ഭൗതികമായി എന്താണ് ഉണ്ടായിരുന്നത്? അവസാനമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന റിസ്റ്റ് വാച്ച് അഴിച്ച് തൻ്റെ ഒരു സഹസന്യാസിക്ക് കൊടുത്തതിന് ശേഷമാണ് പിതാവ് ഇവിടേക്ക് യാത്രയാവുക. കത്തോലിക്ക സഭയിൽ ചേർന്നോ? ചേർന്നിട്ടില്ല. താമസിക്കാൻ ഇടമുണ്ടോ? ഇല്ല. സ്വന്തമായി ഉണ്ടായിരുന്ന ആശ്രമത്തിൻ്റെ 400 ഏക്കർ സ്ഥലം അതിതാ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു. കൂടെയുള്ളത് കുറച്ച് അനാഥ ബാലന്മാരും കുറച്ച് സഹസന്യാസികളും. എവിടെ താമസിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരാൾ. കൈമുതലായി ഉണ്ടായിരുന്ന ഏക കേന്ദ്രമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആ കരം മാത്രമാണ്. ഒരു ഹിന്ദുവിൻ്റെ ആതിഥ്യത്തിൽ വെണ്ണിക്കുളത്ത് താമസിക്കുന്നു, തിരുമൂലപുരത്ത് വന്ന വർണ്ണശാല കിട്ടി താമസിക്കുന്നു. കത്തോലിക്കനായിട്ടുണ്ടോ? ആയിട്ടില്ല. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും നേരത്തെ തന്നെ അതോടുകൂടി തന്നെ പടിയിറക്കപ്പെട്ടു. എങ്ങും എത്തിയിട്ടില്ല, ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഭൗതികതയുടെ അടയാളം വെച്ച് പറയാൻ അല്ല, എങ്കിലും സൂചനാപരമായി പറയാം. ഈ എല്ലാം ഉപേക്ഷിച്ച മാർ ഇവാനിയോസിൻ്റെ ഈ സഭയ്ക്ക്
ഇന്ന് ലോകത്തിലെ പ്രസിദ്ധമായ നഗരങ്ങളിലെല്ലാം ആരാധിക്കുന്ന സമൂഹമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇന്ന് ഈ സഭയുടെ സജീവമായ സാന്നിധ്യമുണ്ട്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലും ഭാരതത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിലും അവിടുത്തെ തലസ്ഥാന നഗരി, അവിടെയും ഒരു ഭദ്രാസനം ഉണ്ട്. ഈ കോവിഡിൻ്റെ വലിയ ദുരന്ത ക്ലേശകരമായ കാലത്ത് നമ്മെ ഏവരെയും നമ്മുടെ കണ്ണുനീര്, നമ്മുടെ മനസ്സിന് ഊഷ്മളത പകർന്ന ഒരു ചിത്രമായിരുന്നു ഡൽഹി നഗരത്തിൽ നമ്മുടെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിനന്ദനായ ബർണബാസ് തിരുമേനി ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് അവർ ക്ലേശിച്ച ഒരു കാലത്ത് ഭക്ഷണം പൊതി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച, അത് മാർ ഇവാനിയോസിൻ്റെ സഭയ്ക്ക് സ്വർഗം നൽകിയ വലിയ കരുതലിൻ്റെ ഒരു അടയാളമാണ്. ന്യൂയോർക്ക് നഗരത്തിലും യൂറോപ്പിലെ മിക്ക നഗരകേന്ദ്രങ്ങളിലും ഒക്കെയുള്ള നമ്മളുടെ ഒരു സാന്നിധ്യം മാത്രവുമല്ല, ഭാരതത്തിൻ്റെ കെട്ടുപണിയിൽ, രാഷ്ട്രനിർമ്മാണത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ചെറിയ പങ്ക്, എന്നാൽ സവിശേഷമായ ഒരു സമർപ്പണം. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ വലിയ സഭാപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് ഞാൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെയും നമ്മുടെ പിതാക്കന്മാരുടെയും ഖബറുകൾ പട്ടത്ത് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഖബർ ചാപ്പലിൽ പോയി അവരോട് ആലോചന ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഘടകം, വ്യക്തമായ ഒരു ദിശാബോധത്തിൽ സഭയെ കൊണ്ടുപോകുന്നതിനുള്ള വലിയ സ്വർഗീയമായ ഒരു സംരക്ഷണം അവരുടെ പ്രാർത്ഥന വഴി ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സഭയിലെ അനേകർക്ക് ഇതിനേക്കാൾ സവിശേഷമായ അനുഭവങ്ങൾ പറയാനുണ്ട്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഒരു സർവേ എടുത്താൽ നമുക്ക് മനസ്സിലാകും, കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തിനിടയിൽ സഭയിൽ ഐവാൻ എന്നോ ഇവാനിയ എന്നോ പേരുള്ള നമ്മുടെ കുട്ടികളുടെ എണ്ണം, അതിൻ്റെ പിറകിൽ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഒരു പ്രാർത്ഥനയുടെ കഥ പറയാൻ ആ കുടുംബത്തിനുണ്ട്. വളരെ സവിശേഷമായ ഒരു ബന്ധം, സ്വർഗം പരിപാലിക്കുന്ന ഒരു സഭ എന്ന് പറയുവാൻ. 1-2 അനുഭവങ്ങൾ മാത്രം അതേക്കുറിച്ച് പറയാം. നമ്മുടെ സഭ ആദ്യമായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ സഭാ അസംബ്ലി, നമ്മൾ ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? മറ്റ് സഭകളും പൊതുസമൂഹവും ശ്രദ്ധയോടെ നമ്മെ നിരീക്ഷിക്കും. ഏത് വിഷയമാണ് എടുക്കാൻ പോവുക? നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തന്നു സുവിശേഷവുമായി ബന്ധപ്പെട്ട വിഷയം. സുവിശേഷകയായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന വിഷയം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക്, കയ്യിലേക്ക് നീട്ടിത്തന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ അതിനുശേഷം ഇപ്പോൾ 2019 സഭാ അസംബ്ലി 2ാം പ്രാവശ്യം കൂടിയപ്പോൾ നമ്മളെടുത്ത വിഷയം കൃപ നിറയുന്ന കുടുംബങ്ങളാണ്. ഈ കൊറോണയിൽ ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ ഈ കാലത്ത് ഏറ്റവും അധികം മർദ്ദനമേറ്റിരിക്കുന്നതും ഈ കുടുംബജീവിതത്തിലെ ആത്മീയതയ്ക്കാണ്. അപ്പോൾ കൃപ നിറയുന്ന കുടുംബങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, കരുതണം, പ്രാർത്ഥിക്കണം, തീരുമാനമെടുക്കണം എന്ന് സഭ ഒരുങ്ങണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് വലിയ ഒരു സംരക്ഷണം. ഭൗതികമായ മറ്റുള്ള നമുക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നുമല്ല പറയുക. സ്വർഗത്തിൻ്റെ കരുതലുള്ള ഒരു സഭയാണ്, സ്വർഗത്തിൻ്റെ കാവലുള്ള ഒരു സഭയാണ് എന്ന് ഈ സഭയുടെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ സഭയെ മുഴുവൻ കണ്ടുകൊണ്ട് പറയുന്നതിൽ എനിക്ക് വലിയ ആനന്ദമുണ്ട്, സംതൃപ്തിയുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കിത് എൻ്റെ കയ്യൊപ്പ് ചാർത്തി പറയുവാനായിട്ടും കഴിയും. പിതാവ് കബറിടം നൽകുന്ന ഒരു വലിയ ഊർജത്തെക്കുറിച്ച് പരാമർശിച്ചല്ലോ.
തിരുവനന്തപുരത്തും തിരുവല്ലായിലുമാണ് നമുക്ക് ഇപ്പോൾ പിതാക്കന്മാരുടെ കബറിടമുള്ളത്. ഈ രണ്ടിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രത്യേകത, മാറിവാനിയോസ് തിരുമേനിയുടെ കബറിടം പ്രത്യേകിച്ചും നമ്മുടെ ധാരാളം വിശ്വാസികളും നമ്മുടെ വൈദികരും പിതാക്കന്മാർ തീർച്ചയായിട്ടും ഈ കബറിടങ്ങളിൽ വന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും പിതാവ് പറഞ്ഞതുപോലെ സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒരു വലിയ ആലോചന മൺമറഞ്ഞ പിതാക്കന്മാരുമായിട്ട് നടത്തിപ്പോകുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു വലിയ നേതൃത്വത്തോട് എന്തെന്നില്ലാത്ത പ്രത്യേകതയോടെ ചേർന്ന് നിൽക്കുകയും അവർ കാലം ചെയ്ത് കഴിയുമ്പോഴും അവരുടെ ആ ഒരു സ്മരണയിൽ കൂടുതൽ നവ ഉന്മേഷം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സഭാസമൂഹം അത് മറ്റ് പലയിടത്തും നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നില്ല. എന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു പ്രത്യേകത നമ്മുടെ സഭാസമൂഹത്തിൽ നമുക്ക് വളരെ പ്രകടമാണ്. ഇതെവിടെ നിന്ന് കിട്ടി? ഇത് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് കരുതാനേ ആവില്ല. കാരണം ഞാനിങ്ങനെ പറയട്ടെ, 953 കാലം ചെയ്ത മാറിവാനിയോസ് തിരുമേനിയേക്കാൾ, അല്ലെങ്കിൽ 930 പുനരയിക്കപ്പെട്ട 32 മലങ്കര സുറിയാനി ഹൈറാർക്കി സ്ഥാപിക്കുമ്പോൾ തിരുവനന്തപുരം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ, ലോകമെമ്പാടും സന്ദർശനം നടത്തിയിട്ടുള്ള ശക്തനായ ദാർശനികനായ മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായുടെ 1953 ദേഹവിയോഗം ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. 953 കാലം ചെയ്ത മാർ ഇവാനിയോസ് പിതാവിനേക്കാൾ അതിശക്തനാണ് ഇന്ന് കബറിടത്തിൽ നാം അനുസ്മരിക്കുന്ന മാർ ഇവാനിയോസ് പിതാവ്. കാരണം പിതാവ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ വാഗ്ദാനമുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തിയ ശേഷവും എനിക്ക് മറ്റ് ജോലിയൊന്നുമില്ല, എനിക്ക് മറ്റ് വിചാരമില്ല. ഞാൻ ഈ പുനരൈക്യ പ്രസ്ഥാനത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സത്യമായ വാഗ്ദാനമാണ് നമ്മൾ അനുഭവിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പോയ ഒരു പിതാവ് നമുക്ക് ഇത്രയും മിഴിവാർന്ന ഒരു വാഗ്ദാനം നൽകിയ പിതാവിൻ്റെ വാക്കുകൾ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് അതുപോലെ കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് പോയ പിതാവിൻ്റെ അടുക്കൽ വന്ന് അവരവരുടെ ജീവിതത്തിൻ്റെ കണ്ണുനീര്, ക്ലേശം ഇറക്കി വയ്ക്കുമ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കുന്ന ഒരനുഭവം കൂടി നമ്മുടെ ഖബറിനുണ്ട്. ഞാൻ 4 പ്രാവശ്യം റാന്നി പെരുന്നാട്ടിൽ നിന്ന് പദയാത്രയായി മറ്റ് പദയാത്രികരോടൊപ്പം നടന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരനുഭവം. ചിലരൊക്കെ ചോദിച്ചു, പിതാവ് ഇത്രയും ആ ഒരു ക്ലേശമെടുത്ത് പിതാവ് ആ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആളുകൾക്ക് മനസ്സിലാകും പിതാവ് സഭയുടെ അധ്യക്ഷനാണ്, പിതാവ് ഒന്ന് പോയി പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഈ 5 ദിവസവും നടന്നു തന്നെ വരണമോ എന്ന്. എൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു. ഞാൻ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് ദൈവം നൽകിയ ആരോഗ്യം ഉള്ള സമയത്ത് മറ്റ് പദയാത്രികരെ പോലെ എനിക്ക് ഇതിൽ സംബന്ധിക്കാൻ കഴിയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹം, നടന്ന് ക്ഷീണിച്ച് ക്ലേശിച്ച് ഇനി മുൻപോട്ടൊരടി പോലും വെക്കുവാനാവില്ല എന്ന് ശരീരം പറയുന്നത് പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സഭയിൽ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ. അതാണ് ഖബറിലെ മാർ ഇവാനിയോസ് പിതാവ് 53 ശക്തനായി നമ്മുടെ കൂട്ടായ്മയിൽ ഇന്ന് ജീവിക്കുകയാണ്. അതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ ആളുകൾ ഖബറിലേക്ക് വരുന്നതും പിതാവിനെക്കുറിച്ച് സംസാരിക്കുന്നതും പിതാവിൻ്റെ പേര് ഇത്രയും വർഷത്തിന് ശേഷവും സജീവമായി നിൽക്കുന്നതും. പിതാവിനെ കണ്ടിട്ടുള്ളവരുടെ ആളുകളുടെ എണ്ണം ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു. എന്നാൽ പിതാവിനെ അറിയുന്നവരുടെ എണ്ണം വളരെ കൂടി വരുന്നു. മാർ ഇവാനിയോസ് തിരുമേനിയെക്കുറിച്ച് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിനും നമ്മുടെ സഭാസമൂഹത്തിനും വലിയ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് പിതാവിൻ്റെ വിശുദ്ധ നാമകരണ നടപടികൾ. ആ നടപടികൾ നിലവിൽ പിതാവിനെ നമ്മൾ ദൈവദാസൻ എന്ന് വിളിക്കുന്നു. ഇനിയും അതിൻ്റെ പല ഘട്ടങ്ങൾ പൂർത്തിയാകാനുണ്ട്. പിതാവിനിപ്പോൾ ഈ കഴിഞ്ഞ മാർ ഇവാനിയോസ് ഡേയ്ക്ക് പിതാവ് പൊതുസമൂഹത്തോട് ഓൺലൈനിലാണല്ലോ നമ്മുടെ സഭാസമൂഹത്തോട് സംസാരിച്ചതും എല്ലാം. പിതാവിന് ആ നാമകരണ നടപടികളുടെ ഇനിയുള്ള ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ?
ഇപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജ് രൂപതാ തലത്തിലുള്ള നമ്മുടെ പ്രാദേശിക സഭാ തലത്തിലുള്ള ഒരു എൻക്വയറി, അതിൻ്റെ ആ ഒരു ഫേസ് കഴിഞ്ഞു. ഏകദേശം 1,00,000-ഓളം വരുന്ന പേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്റ് പിതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് നമ്മൾ റോമിൽ സബ്മിറ്റ് ചെയ്തു. ഇപ്പോൾ റോമിൽ അതിൻ്റെ സെക്കൻഡ് ഫേസ്, അതായത് ഈ ജീവിതം വിശുദ്ധ ജീവിതമെന്ന് വിളിക്കപ്പെടുവാൻ സാധിക്കുമോ എന്നതിൻ്റെ ഒരു അടിസ്ഥാന രേഖ അവർ തയ്യാറാക്കുകയാണ്. അതിന് അവരുടെ കാനോനിക്കൽ ടേമിൽ പൊസിസിയോ, ദ പൊസിഷൻ എന്ന് പറയും. കാരണം ഈ ആധികാരികമായ പഠനരേഖയുടെ വെളിച്ചത്തിലാണ് ഇനി അങ്ങോട്ട് ഈ മാർ ഇവാനിയോസ് തിരുമേനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ പരിശോധിക്കുന്നത്, അവർ റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുന്നത്. അത് ഈ 1,00,000 പേജ് എന്ന് പറയുന്നത് 1000 പേജിനുള്ളിലേക്ക് ഒതുക്കി അതിൻ്റെ ഒരു പ്രബന്ധം തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ റോമിലെ കോൺഗ്രിഗേഷൻ ഫോർ ദി സെയിൻസ് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫോർമാലിറ്റി അത് പൂർത്തിയാകും. അത് അവിടെ നമുക്കൊരു സ്പെഷ്യൽ റിലേറ്ററുണ്ട്, അദ്ദേഹം അത് വായിച്ച് അത് തിരുത്തി അത് കോൺഗ്രിഗേഷനിലേക്ക് കൊടുക്കുമ്പോൾ അത് കർദിനാളന്മാർ അടങ്ങുന്ന ഒരു സംഘം അതിൻ്റെ ചരിത്രം, അതിൻ്റെ വേദശാസ്ത്രം, ഈ വ്യക്തിയിലുള്ള വീരോചിതമായ പുണ്യം, ഹീറോയിക് വെർച്യൂസ്, ഇത് പരിശോധിച്ച് നമുക്ക് അവരുടെ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് മാർപ്പാപ്പായ്ക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം മാനിച്ച് മാത്രമേ മാർപ്പാപ്പ തീരുമാനമെടുക്കുകയുള്ളൂ. ആ തീരുമാനം അനുകൂലമാണെങ്കിൽ ദ വെനറബിൾ, ധന്യൻ എന്ന ഒരു പദവിയിലേക്ക് ഈ അടുത്ത സ്റ്റേജ്, അതിനുശേഷം വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ള ഒരു സ്റ്റേജാണ്. അത് 2 അത്ഭുതങ്ങൾ സംഭവിക്കണം. ഈ വെനറബിൾ എന്ന സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അത്ഭുതം നടന്നാൽ അത് ഇതിനോടൊന്നിച്ച് അന്വേഷിക്കുകയും അത് സാധ്യമായാൽ വാഴ്ത്തപ്പെട്ടവൻ എന്ന നിലയിലേക്ക് പോകുന്നതിന് അത് സഹായകരമാവുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അത്ഭുതത്തിൻ്റെ സ്ഥിരീകരണം നടന്നാൽ മാത്രമേ സെയിൻറ്റ്, വിശുദ്ധൻ എന്ന പദവിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന ഏക കാര്യം ദൈവത്തിന് മുമ്പാകെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പിതാവിൻ്റെ വിശുദ്ധിയെ സ്വർഗം സ്ഥിരീകരിച്ച് മാതൃകയായി, സാക്ഷ്യമായി, അടയാളമായി ലോകത്തിന് മുഴുവൻ നൽകണമേ. പിതാവിനെ വിശുദ്ധനാക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ്. പിതാവ് വിശുദ്ധനാണ്, പിതാവിന് ജീവിത വിശുദ്ധിയുണ്ട്. ആ ജീവിത വിശുദ്ധി തിട്ടപ്പെടുത്തി സഭയുടെ പരമാധ്യക്ഷൻ സ്ഥിരീകരിച്ച് സ്വർഗത്തിൻ്റെ അടയാളത്തോടു കൂടി ചേർത്ത് വെച്ച് ലോകത്തോട് പറയുന്നു, ഇതാ അനുകരിക്കാൻ സാധിക്കുന്ന ഒരു വിശുദ്ധ ജീവിത മാതൃക. അതാണ് ഇനിയുള്ള പ്രോസസ്സ്. നമ്മളുടെ ശക്തമായ പ്രാർത്ഥന, അതിശക്തമായ പ്രാർത്ഥന, ഇത് മാത്രമാണ് ഇനിയും നമുക്ക് നിർവഹിക്കാനുള്ളത്. മാർ ഇവാനിയോസ് തിരുമേനിയെ നമ്മൾ ഭാരത ന്യൂമാൻ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ ഒരു കാര്യം ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ ജോൺ ഹെൻറി ന്യൂമാൻ്റെ നേതൃത്വത്തിൽ നടന്ന സഭയ്ക്ക് പരിശ്രമങ്ങളും മറ്റുമാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ ജോൺ ഹെൻറി ന്യൂമാൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പരിശ്രമങ്ങൾ പലപ്പോഴും വ്യക്തിയിൽ അവസാനിക്കുന്നതാണ് നാം കാണുന്നത്. എന്നാൽ മാർ ഇവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നത് ഒരു സാർവത്രിക സഭയിൽ ഒരു വ്യക്തിഗത സഭയായി രൂപപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അത് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിനേക്കാൾ വലിയ ഒരു മൂവ്മെൻറ്റായിട്ട് റിയൂണിയൻ മൂവ്മെൻറ്റ് മാറുന്നതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. പക്ഷേ അതൊരു സാർവത്രിക മാനം റിയൂണിയൻ മൂവ്മെൻറ്റിന് വേണ്ടതുപോലെ കൊടുക്കുവാൻ അല്ലെങ്കിൽ കിട്ടാൻ ഇനിയും നമ്മൾ ഗൗരവമായി ചില പഠനങ്ങളും അതും മുന്നിൽ കണ്ടുകൊണ്ട് ചില പ്രവർത്തനങ്ങളും നടത്തേണ്ടതുള്ളതായിട്ട് പിതാവിന് തോന്നുന്നുണ്ടോ? വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തിൻ്റെ എല്ലാം പിറകിൽ ഈ ഒരു ഇവാലുവേഷൻ അല്ല യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്.
അത് സാർവത്രികമായ മാനം വന്നിട്ടുണ്ട്. 5 പേര് പുനരയിക്കപ്പെടുന്ന ഒരു സമൂഹം ആയി വരുമ്പോൾ ലോകത്തിലെവിടെയാണ് ഒരു ഹൈറാർക്കി സ്ഥാപിച്ച് കിട്ടിയിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും ചെറിയ സഭ നമ്മുടെ സഭയല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. അല്ല, നമ്മളെ പാത്രിയാർക്കൽ പദവിയുള്ള സഭകൾ പുരാതന സഭകളാണ്. നമ്മളെക്കാൾ വളരെ ജനസംഖ്യ കുറവുള്ളവരാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ പക്ഷേ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിൻ്റെ വലിയ ഒരു അനുഗ്രഹം പ്രാപിച്ചവരാണ് നമ്മൾ. സത്യത്തിൽ നമ്മളുടെ റോമിലെ സുന്നകദോസുകളിൽ, റോമിൽ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ, മാർപ്പാപ്പായുടെ ആലോചനാ യോഗങ്ങളിൽ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ, മലങ്കര സഭയുടെ നമ്മുടെ അംശവസ്ത്രങ്ങൾ അണിഞ്ഞും നമ്മുടെ ആചാര രീതി അനുസരിച്ചും സംബന്ധിക്കുന്ന ഒരു മേലധ്യക്ഷനേ ഉള്ളൂ. 120 കോടി കത്തോലിക്കരിൽ ഈ ഒരു ചെറിയ സമൂഹത്തിന് ലഭിക്കുന്ന അംഗീകാരമല്ലാതെ മറ്റെന്താണ്? അതിന് സാർവലൗകിക മാനമാണത്, സാർവത്രികമായ ഒരു മാനമാണത് വരിക. 120 കർദിനാളന്മാർ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ദൈവകൃപയുടെ വലിയ ഒരു കാരുണ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഈ അപ്പസ്തോലിക സഭയുടെ പരമാധ്യക്ഷൻ അതിൽ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള നിയോഗം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ എല്ലാ പേട്രിയാർക്കൽ ചർച്ചസിൽ നിന്നുള്ള പാത്രിയർക്കീസ് ബാവാമാർ പോലും സംബന്ധിക്കുന്നില്ല അതിൽ. അല്ലെങ്കിൽ ജനസംഖ്യ ധാരാളമുള്ള, ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലോസ് ആഞ്ചലസ് രൂപത ലോകത്തിലെ ലക്ഷങ്ങൾ വിശ്വാസികളുള്ള ഒരു രൂപതയാണ്. അവിടുത്തെ ആർച്ച് ബിഷപ്പ് സംബന്ധിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇത് ജനസംഖ്യ എന്നതിനപ്പുറത്ത് ഇതിനൊരു പ്രത്യേക ഒരു മാനം, സഭാത്മകമായ കൂട്ടായ്മയ്ക്ക് അത് നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വ്യക്തിപരമായി പറഞ്ഞാൽ അത് ധാരാളമായി അതിൻ്റെ ഒരു ഊഷ്മളത നമ്മുടെ സാർവത്രിക സുന്നകദോസുകളിലും അതുപോലെ തന്നെ നമ്മളുടെ റോമൻ സിനഡുകളിലും മാർപ്പാപ്പ വിളിച്ചു കൂട്ടുന്ന നമ്മുടെ സമിതികളിലുമൊക്കെ അത് പ്രകടമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ ബന്ധമുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ ഇവിടെ വന്ന് സംബന്ധിക്കുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട കർദിനാളന്മാരുടെ പ്രതിനിധികളാണ്, പാത്രിയർക്കീസുമാരുടെ പ്രതിനിധികളാണ്. ഈ കൊച്ചു സഭയിലെ അംഗബലം നോക്കിയല്ല, മറിച്ചൊരു പൗരാണികമായ സഭയാണ്. ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ നൂറ്റാണ്ടിൽ ശക്തമായ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശ്രദ്ധേയമായൊരു സഭയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വാസ്തവത്തിൽ യാതൊരു പരിഭവമോ പരാതിയോ ഇല്ല. മറിച്ച് ദൈവം നമ്മോട് കാട്ടുന്ന വലിയ ഒരു കാരുണ്യവും സഭയിലെ അതാത് കാലത്തെ പരിശുദ്ധ പിതാക്കന്മാർ പ്രകടിപ്പിക്കുന്ന പിതൃസഹജമായ ഒരു വാത്സല്യം ഈ സഭ അനുഭവിക്കുന്നുണ്ട്. ഞാനത് വ്യക്തമാക്കി പറഞ്ഞാൽ, ഉദാഹരിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിക്ക് സത്യത്തിൽ നമ്മുടെ ഈ സഭയുടെ ചരിത്രവുമായി അടുത്ത ബന്ധമില്ല. അദ്ദേഹം അർജൻറ്റീന സ്വദേശിയാണ്. ഞാൻ അദ്ദേഹത്തെ കോൺക്ലേവിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുകയും ചെയ്യുക. പക്ഷേ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇന്നുവരെ പരിശുദ്ധ പിതാവ് നമ്മുടെ സഭയോട് കാണിച്ചിട്ടുള്ള ഒരു വലിയൊരു അടുപ്പം അത് അസൂയാവഹമാണ്. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ആലോചിച്ചിട്ട് മാനുഷികമായ ഒരു കാരണവും പറയാനില്ല. സ്വർഗത്തിൻ്റെ ഇടപെടലാണ്. അതായത് ഈ സഭയുടെ ഇതുവരെയുള്ള എ ബിഗ് വെൽക്കം എന്ന് 11-ാം പിയൂസ് പാപ്പ നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിനോട് വത്തിക്കാൻ അരമനയിൽ വെച്ച് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി സഭയുടെ എല്ലാ വേദികളിലും എല്ലാ ശുശ്രൂഷകളിലും പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിതാവ് അഭിമാനത്തോടെ സാർവത്രിക സഭയിൽ നമുക്ക് കിട്ടിയ അനേക കാര്യങ്ങളാണല്ലോ പരാമർശിച്ചത്. ഞാനിപ്പോൾ പിതാവിൻ്റെ ഒരു പുറകോട്ട് പോയി ഒരു നിമിഷം പിതാവ് ഓർത്തെടുക്കാനായിട്ട്
പറയുകയാണ്. മറ്റൊന്നുമല്ല, അനേകം കർദിനാളായതും അവിടെ വോട്ടെടുപ്പിൽ പിതാവ് പ്രതിജ്ഞ എടുക്കുന്നതും ഒക്കെ ഞാനും അന്ന് യഥാർത്ഥത്തിൽ വത്തിക്കാൻ സ്ക്വയറിൽ അത് വലിയ TV സ്ക്രീനിലൂടെ അവിടെ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കുന്നത്, മാർപ്പാപ്പ മാർച്ച് മാസം 19-ാം തീയതിയാണ് മാർപ്പാപ്പയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത്, വിശുദ്ധ ഔസേപ്പിൻ്റെ തിരുനാൾ ദിവസം. രാവിലെ ആ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് പത്രോസിൻ്റെ കല്ലറയിലേക്ക് പോയി പാലിയം സ്വീകരിക്കുന്നതിന് അനൗൺസ്മെൻറ്റ് അവിടെ വന്നതും, ആ പാലിയം സ്വീകരിക്കുന്നിടത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർ മാത്രമാണ് പാപ്പായെ അനുഗമിക്കുന്നത്. പിതാവ് അതിലുണ്ട്. പിതാവിന് ആ നിമിഷം തോന്നിയ ഒരു കാര്യം ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റും? വളരെ അസുലഭമായ ഒരു ഭാഗ്യമായിരുന്നു അത്. പല പാത്രികീസ് ബാവാമാരും അത് മറ്റ് പിതാക്കന്മാരുടെ കൂടെ നമ്മളുടെ അതിൻ്റെ കുർബാന അർപ്പിക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പൗരസ്ത്യ സഭയിൽപ്പെട്ട ഞങ്ങളേതാനും പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 പേരാണ്, ഞങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്നാണ് പിതാവ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി തൻ്റെ ശ്ലൈഹിക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മലങ്കര സഭയുടെ ഒരടുത്ത് നിൽക്കുന്ന സ്ഥാനം, ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വികാരപരമായ ഒരു ഓർമ്മ. മാത്രവുമല്ല, വ്യക്തിപരമായി എന്നെ അങ്ങോട്ട് ഒന്ന് തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി എന്നതിനപ്പുറത്ത് മലങ്കര സഭ പത്രോസിൻ്റെ പത്രോസിൻ്റെ പിൻഗാമിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം വന്നത് സ്വർഗത്തിൻ്റെ ഒരു കരുതൽ കൂടിയായി ഞാൻ കാണുന്നു. പിതാവ് ശതാബ്ദിക്കുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിനോട് ചേർത്താണ് ഈ മലങ്കര കാത്തലിക് TV നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. കാതോലിക്കറ്റ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ മീഡിയ കമ്മീഷൻ്റെ ഉത്തരവാദിത്വത്തിൽ. ഇതൊരു കാൽവയ്പ്പാണ്. നമ്മുടെ ആളുകളോട്, പ്രത്യേകിച്ച് ഇന്നത്തെ മാധ്യമങ്ങൾ തെറ്റുകളും തെറ്റിദ്ധാരണകളും ധാരാളം ആളുകളിലേക്ക് സംവേദനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മാധ്യമത്തിലൂടെ നമ്മുടെ ആളുകളോട്, പൊതുസമൂഹത്തോട് സംവേദിക്കാനുള്ള ഒരു വഴിയാണ്. ഇതിനെ കുറേ കൂടെ കാര്യക്ഷമമായിട്ട് നമ്മുടെ ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പിതാവിന് അവരോട് പറയാനുള്ളത്. ഈ നമ്മുടെ ശതാബ്ദിയിലേക്കുള്ള ഒരുക്കത്തിൽ നമ്മുടെ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ വാസ്തവത്തിൽ ആരംഭിക്കേണ്ടതൊരു ന്യൂസ് ചാനലാണ്. എന്നാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോൾ അത് സാധ്യമല്ലാത്തത് കൊണ്ടും അത് വലിയ ഭാരിച്ച സാമ്പത്തികമായ ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് കൊണ്ടും നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലായി മലങ്കര കാത്തലിക് TV നമ്മൾ തുടങ്ങി. ഞാൻ ഈ സംരംഭത്തെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സഭയുടെ പ്രബോധനം നൽകുന്നതിന് നല്ല ഒരു ഉപാധിയാണ്. വിശ്വാസപരമായ വിഷയങ്ങൾ, വേദപുസ്തക പഠനം, ആരാധനക്രമ സംബന്ധമായ സംശയ നിവാരണം, സഭാചരിത്ര പഠനം, ആനുകാലിക വിഷയങ്ങളിൽ സഭയുടെ നിരീക്ഷണം, നിലപാടുകൾ വ്യക്തമാക്കൽ, വിജ്ഞാനപ്രദമായ ഈ സംവാദങ്ങൾ, സംഭാഷണങ്ങൾ, ക്വിസ് പ്രോഗ്രാം, ദൈവവചനം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ ഉപാധികൾ, ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഉണ്ട്. നവതിയുടെ ഒരു സ്മരണയ്ക്കായി നമ്മൾ ഒരു മാർ ഇവാനിയൻ ഹെൽത്ത് ക്ലബ്ബ് നമ്മൾ മാവേലിക്കരയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സഭ. അപ്പോൾ ഇതിൽ നമുക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ സഭയുടെ ഒരു ജീവനുള്ള ഉപാധിയായി നമുക്ക് ഈ മലങ്കര കാത്തലിക് TVയെ പ്രയോജനപ്പെടുത്താം. കുട്ടികൾക്ക് ഒരു പങ്ക്തി ഏർപ്പെടുത്താം. അവരുടെ ചോദ്യത്തിന് നിലവാരമല്ല മുതിർന്ന ഒരു യുവാവിൻ്റേത്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് ഈ TVയെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. വളരെ നല്ല ഒരു സംരംഭമായിട്ട് ഞാനിതിനെ കാണുന്നു. സഭാ മക്കൾ മുഴുവൻ ഇത് ഗൗരവമായി
ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നിടത്തോളം ഇതിൽ സഭയുടെ നിലപാടുകൾ അറിയിക്കാനും സംഭാഷണങ്ങളിൽ ഇതുപോലെ ഏർപ്പെടുന്നതിനും സഭാ മക്കളോട് സംസാരിക്കുന്നതിനുമൊക്കെ ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ ഒരു നല്ല ആശയവിനിമയ മാധ്യമമായി നമുക്ക് ഈ മലങ്കര കാത്തലിക് TV-യെ സഭ ഒന്നായി കാണുന്നു. അതിലെല്ലാവരുടെയും സഹകരണം വേണം, പ്രാർത്ഥന ഉണ്ടാകണം. നമുക്ക് നല്ല ഒരു സംഭാഷണ പങ്കുവയ്ക്കൽ വേദിയായി നമ്മുടെ TV-യെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. നന്ദി തിരുമേനി. ഇത്രയും നേരം മലങ്കര കാത്തലിക് TV-യുടെ പ്രേക്ഷകരുമായിട്ട് തിരുമേനിയുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവച്ചത്. അഭിനന്ദനായ ക്ലീമീസ് തിരുമേനിക്ക് ഏറെ കാര്യങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. അനേക വിഷയങ്ങളിൽ പൊതുസമൂഹവും സഭാമക്കളും അഭിനന്ദ പിതാവിൻ്റെ ആശയങ്ങളും പ്രബോധനങ്ങളും കാത്തിരിക്കുകയാണ്. വീണ്ടും പിതാവ് നമ്മളോട് സംവേദിക്കുന്ന ദിവസം വന്നു ചേരും. അഭിനന്ദ പിതാവിന് ഒരിക്കൽ കൂടി നന്ദി.